ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു മീൻ പീരയാണ്. നെത്തോലി മീൻ കൊണ്ടാണ് നമ്മൾ ഈ പീര റെഡിയാക്കുന്നത്. ഇത് മത്തി വെച്ചിട്ടും ചാള വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടും കാൽഷ്യം റിച്ച് ആയിട്ടും ഉള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 1/2 കിലോ കഴുകി വൃത്തിയാക്കി വെച്ച നെത്തോലി മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരണ്ടിയതാണ്. പച്ചമുളക് 5-6 എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി ആവശ്യത്തിന്, വെളുത്തുള്ളി ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 5-6 ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളമാണ് ആദ്യം ഒഴിക്കുന്നത്. അപ്പോൾ ഇതൊരു നാരങ്ങയുടെ പകുതി വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളമാക്കിയിട്ട് അതാണിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഇത് മീൻ വേവിക്കാനായിട്ടാണ്. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയ മീൻ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്കിനി ഇത് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് മതി വേവാനായിട്ട്. അടുത്തായി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ചതഞ്ഞാൽ മാത്രം മതി. അടുത്തായി നമുക്കിത് മിക്സിയിലെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 മുറി തേങ്ങയും നമ്മൾ ചതച്ച് വെച്ച കൂട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മീൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഏകദേശം വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വേവും, ചെറിയ മീനാണ്. അപ്പോൾ മഞ്ഞളും മുളക് പൊടിയും ഒക്കെ ഇതിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു ചട്ടി നമ്മൾ ഇപ്പോൾ സ്റ്റൗവിൽ വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോഴേ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഒന്ന് ലൈറ്റായിട്ട് സോർട്ട് ചെയ്തെടുക്കാം. ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ സോർട്ട് ചെയ്താൽ മതി. ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അടിക്കണം. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി ഡിഷിന്. ഇതൊരു നാടൻ ഡിഷാണല്ലോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ച മീനുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില കുറച്ചുകൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തു. അപ്പം നമ്മളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്ത ഡിഷിലൂടെ വീണ്ടും കാണാം. ബൈ.